രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ദി എംപറർ എന്ന മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ കഠിനമായ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ശക്തമായ നേതൃത്വവും അധികാരവും നിങ്ങളുടെ ജീവിതത്തിൽ മേഖലകളിലൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അത് നിങ്ങളുടെ ഘടനയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണെന്നും ദീർഘദൃഷ്ടിയോടെയുള്ള നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളുടെ മേഖലകളിൽ ദീർഘദൃഷ്ടിയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഡിസിപ്ലിൻ കൊണ്ടാണെന്നും പറയുന്നു. അങ്ങനെ ഡിസിപ്ലിനോടെയും അധികാരത്തോടെയും സ്ഥിരതയോടെയും സംരക്ഷണം നൽകി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 3 ഓഫ് സോർട്സ് എന്നാണ് കാർഡാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഡിസിപ്ലിനോടെയും ഘടനയോടെയും മുന്നോട്ട് പോകുമ്പോൾ ദീർഘവീക്ഷണത്തോടെയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെയൊക്കെ തരണം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ ചിലപ്പോൾ വിശ്വാസവഞ്ചനയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിഷമങ്ങളെയൊക്കെ ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മാനസികമായിട്ടുള്ള സങ്കടങ്ങളെയൊക്കെ അതിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ വൈകാരികമായ കാര്യങ്ങളെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തി അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഘടനയായ പ്രവർത്തനവും ദീർഘദൃഷ്ടിയോടെയുള്ള പദ്ധതികളൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ ഐക്യവും നിങ്ങളുടെ മേഖലകളിൽ ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അങ്ങനെ പരമ്പരാഗത മൂല്യത്തോടെയും ദീർഘകാല സമൃദ്ധിയൊക്കെ നേടി സ്ഥിരതയുള്ള ജീവിതവും ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മേഖലകളിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പങ്കുവയ്ക്കണമെന്നും അങ്ങനെ കുടുംബത്തിലായാലും നിങ്ങളുടെ മേഖലകളിലായാലും നിങ്ങളൊക്കെ അത് പങ്കുവെച്ച് മനസ്സമാധാനത്തോടെ പാരമ്പര്യത്തോടെ ജീവിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു.